ഒരിക്കൽ പരസ്പരം വെറുത്തിരുന്ന രണ്ട് ഹൃദയങ്ങൾ ഇപ്പോൾ പറയാതെ പറഞ്ഞുപോകുന്ന വികാരങ്ങളുടെ തീവ്രതയിൽ കുടുങ്ങിയിരിക്കുന്നു. അവളുടെ ഓരോ ശ്വാസത്തിലും അവൻ നിറയുമ്പോൾ അവൻ്റെ ഓരോ സ്പർശനത്തിലും അവൾ സ്വന്തം ഹൃദയം നഷ്ടപ്പെടുത്തുന്നു. വെൽക്കം ടു സ്റ്റോറി രാക്ഷസവേദ എപ്പിസോഡ് 13. രാത്രി ഏറെ വൈകിട്ടും വേദയ്ക്ക് ഉറക്കം വന്നില്ല. മുറിയിലെ ലൈറ്റ് ഇപ്പോഴും തെളിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അവർ പതുക്കെ വേദയുടെ മുറിയിലേക്ക് നടന്നു ചെന്നു. കയ്യിൽ ഒരു പഴയ ബാഗ് ഉണ്ടായിരുന്നു. വേദയുടെ മുന്നിലേക്ക് അത് നീട്ടിക്കൊടുത്ത് അമ്മ ശാന്തമായി പറഞ്ഞു, "ഇത് നിന്റെ അച്ഛൻ സൂക്ഷിച്ചു വെച്ചതാ. ഒരു പഴയ ഡയറിയും കുറച്ച് രേഖകളും ഇതിലുണ്ട്. നീ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ ഒരുപക്ഷെ ഇതിലായിരിക്കും." വേദ അമ്പരപ്പോടെ അമ്മയെ നോക്കി. കൈകൾ ചെറുതായി വിറച്ചുകൊണ്ടാണ് അവൾ ബാഗ് ഏറ്റുവാങ്ങിയത്. ശേഷം അമ്മ അവളുടെ അരികിലിരുന്നു. അവളുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് മൃദുവായി പറഞ്ഞു, "ചില സത്യങ്ങൾ വൈകിയാണ് മുന്നിലെത്തുന്നത് മോളെ. പക്ഷേ അവ മറഞ്ഞു കിടക്കില്ല." വേദയുടെ കണ്ണുകൾ ആ ബാഗിലേക്ക് നീങ്ങി. ഹൃദയം അസ്വാഭാവികമായി മിടിച്ചു. ആ പഴയ ബാഗിനുള്ളിൽ തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി. വേദയുടെ കണ്ണുകൾ പഴയ ഡയറിയിലേക്ക് നീങ്ങി. ലക്ഷ്മിയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പതുക്കെ ചോദിച്ചു, "അമ്മേ, ഇവരാരാണ്?" വേദയുടെ അമ്മ ആഴത്തിൽ ശ്വാസം വലിച്ചു. കണ്ണുകളിൽ വർഷങ്ങളായി അടക്കി വെച്ച വേദന. അവർ വേദയുടെ അടുത്തിരുന്നു. "ഇനി ഇത് മറച്ചു വെക്കാൻ പറ്റില്ല മോളെ." വേദ ആശങ്കയോടെ അമ്മയെ നോക്കി. അമ്മ പതുക്കെ പറഞ്ഞു തുടങ്ങി, "വർഷങ്ങൾക്ക് മുൻപ് നിന്റെ അച്ഛൻ രാമകൃഷ്ണൻ ലക്ഷ്മി റാവുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അസിസ്റ്റൻ്റ് ആയിരുന്നു. ലക്ഷ്മി മേഡം കമ്പനിയുടെ ജീവനായിരുന്നു. അവരുടെ ഭർത്താവ് രാജേന്ദ്ര റാവു ബിസിനസ് നോക്കിയിരുന്നുവെങ്കിലും കമ്പനിയുടെ അവസാന തീരുമാനം എടുത്തിരുന്നത് ലക്ഷ്മി മേഡം തന്നെയായിരുന്നു." വേദ ശ്രദ്ധയോടെ എല്ലാം കേട്ടിരുന്നു. ആ സമയത്ത് ലക്ഷ്മി മേഡത്തിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിരുന്നു സാവിത്രി. സാവിത്രിയുടെ ചേട്ടനായിരുന്നു വിക്രം ദേവ്. അമ്മയുടെ ശബ്ദം കടുത്തു. വിക്രത്തിന് ലക്ഷ്മി മേഡത്തിനോട് ഭ്രാന്തമായ ഇഷ്ടമായിരുന്നു. വേദ ഞെട്ടി. "എന്ത്?" "അതെ, പക്ഷേ ലക്ഷ്മി മേഡത്തിന് അവനെ ഒരിക്കലും ആ രീതിയിൽ കണ്ടില്ല. വീട്ടുകാർ തീരുമാനിച്ച രാജേന്ദ്ര റാവുവിനെ തന്നെയാണ് അവർ വിവാഹം കഴിച്ചത്. ആ നിമിഷം മുതൽ വിക്രത്തിൻ്റെ ഉള്ളിൽ വിഷം വളർന്നു." വേദയുടെ അമ്മ ഒരു നിമിഷം നിർത്തി. ശേഷം തുടർന്നു, "ലക്ഷ്മി മേഡം വഴി കമ്പനിയും അവരുടെ സ്വത്തുക്കളും സ്വന്തമാക്കണമെന്നായിരുന്നു അവൻ്റെ മോഹം. അതിന് സാവിത്രിയും കൂട്ടായി." വേദയുടെ കണ്ണുകൾ വലുതായി. "അവർ കമ്പനി ഫണ്ട്സ് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരു സമയത്ത് വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടുപിടിച്ചു. അത് അന്വേഷിക്കാൻ ലക്ഷ്മി മേഡം നിന്റെ അച്ഛനെയാണ് ഏൽപ്പിച്ചത്." വേദയുടെ ശ്വാസം വേഗത്തിലായി. "അച്ഛന് സത്യം മനസ്സിലായോ?" "അതെ, അദ്ദേഹം എല്ലാം കണ്ടെത്തി. സാവിത്രിയും വിക്രമും നടത്തിയ വഞ്ചന മുഴുവൻ തുറന്നു കാട്ടാൻ പോകുകയായിരുന്നു." അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. "പക്ഷേ അതിനു മുൻപ് സാവിത്രിയും വിക്രമും ചേർന്ന് അവരുടെ തെറ്റുകൾ മുഴുവൻ നിന്റെ അച്ഛൻ്റെ മേൽ ചാർത്തി." വേദ വിറച്ചു. "ലക്ഷ്മി മേഡം അത് വിശ്വസിച്ചില്ല. കാരണം നിന്റെ അച്ഛനിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അവർ സ്വന്തം നിലയ്ക്ക് തെളിവുകൾ അന്വേഷിച്ചു." റൂം നിശബ്ദമായി. അമ്മയുടെ ശബ്ദം വിങ്ങി. "അപ്പോഴായിരുന്നു അവർ പ്രഗ്നൻ്റ് ആയിരുന്നത്. ആ സ്ട്രെസ്, വഞ്ചന, ടെൻഷൻ, ഡെലിവറി സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ഒരു മകൻ ജനിച്ചു. പക്ഷേ ലക്ഷ്മി മേഡം..." വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. "മരിച്ചു." ലക്ഷ്മി മേഡം മരിച്ചതോടെ രാജേന്ദ്ര റാവു തകർന്നു. ആ സമയത്ത് എല്ലാ കാര്യത്തിലും സഹായിയായി നിന്നത് വിക്രമായിരുന്നു. സാവിത്രി തൻ്റെ നിഷ്കളങ്കത അഭിനയിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വിക്രത്തിൻ്റെ സമ്മർദ്ദത്തിൽ രാജേന്ദ്ര റാവു സാവിത്രി വിവാഹം കഴിച്ചു." വേദയുടെ മുഖം വെണ്മയായി. "അതായത് ദക്ഷിൻ്റെ ജീവിതം നശിപ്പിച്ചതും നമ്മുടെ കുടുംബത്തെ തകർത്തതും..." അമ്മ പതുക്കെ തലകുനിച്ചു. "ഒരേ ആളുകളാണ്." വേദ ഞെട്ടലിൽ പിന്നോട്ട് നീങ്ങി. അവളുടെ മനസ്സിൽ ദക്ഷിൻ്റെ മുഖം, അവൻ പറഞ്ഞ വാക്കുകൾ, "സ്റ്റേ അവേ ഫ്രം മീ." അവളുടെ കണ്ണുനീർ ഒഴുകി. "അവന് സത്യമറിയില്ലേ?" അമ്മ വേദയുടെ കൈ പിടിച്ചു. "ഇല്ല മോളെ, അവൻ ഇപ്പോൾ പകുതി മാത്രമേ അറിയൂ. മുഴുവൻ സത്യം അറിയുമ്പോൾ..." അമ്മയുടെ ശബ്ദം ഭാരമായി, "അവൻ ആദ്യം തേടിയെത്തുക നിന്നെയായിരിക്കും." വേദ എല്ലാം തെളിയിക്കുന്ന പഴയ പെൻഡ്രൈവ് കണ്ടെത്തും. അവൾ അതെടുത്ത് ദക്ഷിനെ കാണാൻ രാവിലെ തന്നെ ഇറങ്ങുന്നു. അതേസമയം ദക്ഷ് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. ഡോർബെല്ലിൻ്റെ ശബ്ദം. ഡോർ തുറക്കുമ്പോൾ വേദ, കണ്ണുകളിൽ കണ്ണുനീർ, പക്ഷേ ദൃഢനിശ്ചയം. അവൾ പെൻഡ്രൈവ് ഉയർത്തി കാണിക്കും. "നീ വിശ്വസിച്ച സത്യം ഒരുപാട് കള്ളം ചേർന്നതായിരുന്നു." ദക്ഷ് തടഞ്ഞു നിന്നു. ഡോറിൽ നിന്നുകൊണ്ട് വേദ പെൻഡ്രൈവ് ദക്ഷിൻ്റെ കയ്യിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, "ഇത് കണ്ടിട്ട് പിന്നെ എന്നെ കുറ്റപ്പെടുത്തൂ." ദക്ഷ് സൈലൻ്റായി ഡ്രൈവ് എടുത്ത് ലാപ്ടോപ്പിൽ ഇൻസർട്ട് ചെയ്യും. സ്ക്രീനിൽ പഴയ ഓഡിയോ റെക്കോർഡിങ്സ്, ട്രാൻസാക്ഷൻ പ്രൂഫ്സ്. അതിൽ ക്ലിയറായി തെളിയും, നേഹയുടെ അച്ഛൻ വിക്രം ദേവ് ആണ് എല്ലാം പ്ലാൻ ചെയ്തതെന്ന്, വേദയുടെ അച്ഛനെ ബലിയാടാക്കിയതാണെന്നും. ദക്ഷിൻ്റെ മുഖം പതിയെ മാറും. വർഷങ്ങളായി കൊണ്ടു നടന്ന പക ഒരു നിമിഷം കൊണ്ട് അളുകത്തും. വേദ കണ്ണീരോടെ ചോദിക്കും, "ഇനി വിശ്വസിക്കുമോ?" ദക്ഷിന് മറുപടി പറയാൻ കഴിയില്ല. വേദ തിരിഞ്ഞു പോകാൻ തുടങ്ങും. ദക്ഷ് സഹജമായി അവളുടെ കൈ പിടിക്കും. "വേദ, വെയിറ്റ്." അവൾ കൈ തട്ടി മാറ്റും. "ഇന്നലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നീ കേട്ടില്ല." ദക്ഷ് നിശബ്ദനായി. വേദയുടെ കണ്ണുകൾ നിറയും. ആദ്യമായി ദക്ഷ് ഈഗോ വിട്ട് പറയും, "ഐ ആം സോറി." വേദ ചിരിച്ചെന്ന് വരുത്തും. "സോറി? അത്രയുള്ളോ?"
ദക്ഷ് അവളുടെ മുന്നിൽ നിൽക്കും. ഞാൻ ചെയ്ത തെറ്റിന് അത് മതിയാകില്ലെന്നറിയാം. പക്ഷേ ഒരു ചാൻസ് തരൂ. അവസാനം തുറന്നു പറയും, ഞാൻ നിന്നെ ആദ്യമായി കണ്ട ദിവസം മുതൽ എന്തോ മാറ്റമുണ്ടായി. പക്ഷേ പഴയ മുറിവുകൾ കാരണം ആ വികാരം ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഇന്നലെ അങ്ങനൊക്കെ കേട്ടപ്പോൾ നിന്നെ നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു. വേദ കണ്ണീരോടെ നോക്കും. ദക്ഷ്, അതേ വേദ, ഐ ലവ് യു. കുറച്ച് നിമിഷം നിശബ്ദത. പിന്നെ വേദ അടുത്തേക്ക് വന്ന് പറയും, ഇത്ര വൈകിയാണോ പറയുന്നത്? ദക്ഷ് കൺഫ്യൂസ്ഡായി നിൽക്കും. വേദ ചെറുതായി ചിരിച്ച്, കാരണം ഞാനും നിന്നെ സ്നേഹിക്കുന്നു. അവൾ തന്നെയാണത് പറഞ്ഞതും അവനെ ആദ്യം ഹഗ് ചെയ്യുന്നതും. ദക്ഷ് ഒരു നിമിഷം നിശ്ചലമായി. പിന്നെ അവനും അവളെ ചേർത്ത് പിടിക്കും. ഗീതയുടെ അതിരങ്ങളിൽ നിന്ന് ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന വാക്കുകൾ വീണ നിമിഷം ദക്ഷ് കുറച്ച് നിമിഷം അവളെ നോക്കി നിന്നു. അവൻ കേട്ടത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. വീണ്ടും പറയൂ. വേദ ലജ്ജയുടെ കണ്ണുകൾ താഴ്ത്തി. കേട്ടല്ലോ. ദക്ഷ് ചെറുതായി ചിരിച്ചു. അവൻ്റെ വിരലുകൾ പതുക്കെ അവളുടെ താടിയിൽ തട്ടി മുഖമുയർത്തി. ഇല്ല, എനിക്ക് വീണ്ടും കേൾക്കണം. വേദയുടെ കവിളുകൾ ചുവന്നു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, ഐ ലവ് യു ദക്ഷ്. ആ വാക്കുകൾ കേട്ട നിമിഷം ദക്ഷിൻ്റെ നിയന്ത്രണം വിട്ടു. ഒറ്റ നിമിഷത്തിൽ അവൻ അവളെ തൻ്റെ അരികിലേക്ക് വലിച്ചെടുത്തു. വേദ ചെറിയൊരു ഞെട്ടലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു നിന്നു. അവൻ്റെ കൈകൾ അവളുടെ അരയെ മുറുകെ ചുറ്റി. ദക്ഷ്, അവൾ വിളിച്ചെങ്കിലും അവൻ്റെ കണ്ണുകൾ മറ്റൊന്നായിരുന്നു. വർഷങ്ങളായി അടക്കിവെച്ച വികാരങ്ങൾ. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. ശേഷം കണ്ണുകളിൽ, കവിളുകളിൽ. ഓരോ സ്പർശവും അവളെ വിറപ്പിച്ചു. എത്ര നാളായി ഞാൻ എത്രത്തോളം എന്നെ പിടിച്ചു നിർത്തിയെന്നറിയാമോ? അവൻ്റെ ശബ്ദം താഴ്ന്നിരുന്നു. വേദയുടെ ശ്വാസം വേഗത്തിലായി. അവൾ ചെറുതായി ചോദിച്ചു, ഇനി? ദക്ഷ അവളുടെ ചെവിക്കരികിൽ ചാഞ്ഞ് മന്ദമായി പറഞ്ഞു, ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം വേദയുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ അനുവാദം തേടി. വേദ പതുക്കെ കണ്ണടച്ചു. അടുത്ത നിമിഷം ദക്ഷിൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ സ്വന്തമാക്കി. ആദ്യ സ്പർശം മൃദുവായിരുന്നു. പക്ഷേ കുറച്ചു നിമിഷങ്ങൾക്കകം അതിൽ അടക്കി വെച്ച എല്ലാ ആഗ്രഹവും കലർന്നു. വേദ ആദ്യം വിറച്ചെങ്കിലും ശേഷം അവളും അവനെ ചേർത്ത് പിടിച്ചു. മഴത്തുള്ളികൾ ബാൽക്കണിയിലേക്ക് വീഴാൻ തുടങ്ങി. തണുത്ത കാറ്റിനിടയിൽ അവരുടെ ചൂടേറിയ ശ്വാസങ്ങൾ മാത്രം. ദക്ഷ് പതുക്കെ അവളെ മതിലിനോട് ചേർത്ത് നിർത്തി. അവൻ്റെ അധരങ്ങൾ വീണ്ടും അവളെ തേടി. വേദ ശ്വാസം മുട്ടി അവൻ്റെ പേര് വിളിച്ചു, ദക്ഷ്. അവൻ ചെറിയൊരു ഇടവേള എടുത്ത് അവളുടെ നെറ്റിയിൽ ചാരി നിന്നു. നീ അറിയുന്നോ, ഇനി നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്നത്? വേദ ചെറുതായി ചിരിച്ചു. ആരും ചോദിച്ചില്ലല്ലോ. അത് കേട്ട് ദക്ഷ് മിസ്ചീവിയസായി ചിരിച്ചു. അപ്പോൾ ഒഫീഷ്യലി യു ആർ മൈൻ അല്ലേ? വേദ അവൻ്റെ കോളറിൽ പിടിച്ച് തനിക്കരികിലേക്ക് വലിച്ചു. ഓൾവേസ് എന്ന് മറുപടി നൽകി. അവൻ വീണ്ടും അവളെ ചുംബിക്കാൻ ചാഞ്ഞ നിമിഷം ഫോൺ റിംഗ് ചെയ്തു. ദക്ഷ് ഇറിറ്റേറ്റഡായി കണ്ണടച്ചു. വേദ ചിരിച്ചു. പിക്ക് ഇറ്റ് അപ്പ് മിസ്റ്റർ പൊസസീവ്. സ്ക്രീനിൽ ആദി കോളിംഗ്. ദക്ഷ് കോൾ അറ്റൻഡ് ചെയ്തു. മുഖം പെട്ടെന്ന് സീരിയസ് ആയി. വാട്ട്? വേദയുടെ ചിരി മങ്ങി. എന്താ? ദക്ഷ് പതുക്കെ ഫോൺ താഴ്ത്തി. നേഹ ഗോഡ്ബെയിൽ. സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.